ഹലോ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് ഞാൻ പറയാനിരിക്കുന്ന വാക്യം സങ്കീർത്തനങ്ങൾ 119 105 വാക്യം. 119 സങ്കീർത്തനം 105 വാക്യം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. കർത്താവിൻ്റെ വചനം എൻ്റെ കാലിന് ദീപമാകുന്നു, എൻ്റെ പാതയ്ക്ക് ഒരു പ്രകാശമാകുന്നു. ഞാൻ നടക്കുന്ന വഴിയിൽ പ്രകാശമായിരിക്കുന്ന കർത്താവ്, എൻ്റെ കാലിന് ദീപമായിരിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങൾ. ഞാൻ വചനത്തിൽ ആശ്രയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ചിലൊക്കെ പോകുമ്പോൾ വചനമൊക്കെ കേൾക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വാക്യമത്സരം എന്നുള്ള ഒരു ടോപ്പിക്കുണ്ട് ചർച്ചിൽ. അത് ഞാൻ ചേരും. അപ്പോൾ ഈ വാക്യം ഇങ്ങനെ പറയണം. അങ്ങനെ പഠിച്ചതാണ് വാക്യങ്ങൾ. സ്കൂളിൽ വാക്യമൊക്കെ ഞങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ട് ട്രീസിൽ അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ട് ഞാൻ ദൈവത്തെ അറിഞ്ഞു. ഇന്നും ദൈവത്തിൽ നിൽക്കുന്നതും ദൈവത്തിൻ്റെ വചനത്താലാണ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. അനേകരുടെ പ്രാർത്ഥനകൾ കൊണ്ടും ഞാൻ അനേകരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് കൊണ്ടും ഒക്കെയാണ് ഞാൻ നിലനിന്ന് പോകുന്നത്. ഇന്ന് കർത്താവ് വചനങ്ങളാൽ ദൈവം നമ്മളെ കാലിന് പ്രകാശമാണ്, ദീപമാണ്. ദൈവത്തിൻ്റെ ഓരോ വചനവും ബൈബിളിലെ പുസ്തകങ്ങളുണ്ടല്ലോ, ഇത്രയും പുസ്തകങ്ങൾ 66 പുസ്തകങ്ങളും കർത്താവിൻ്റെ വചനങ്ങളാണ്. അത് നമ്മളെ ഒരു ജീവൻ തരുന്നു, സമാധാനം തരുന്നു, സന്തോഷം നൽകി തരുന്നു. കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അനേക സന്തോഷ സമാധാനം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിൻ്റെ വചനം ദാവീദ് പറഞ്ഞതുപോലെ നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണെന്ന് നമുക്ക് പറയാം. കർത്താവേ, നിൻ്റെ വചനത്താൽ എന്നെ നിറയ്ക്കണമേ. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപമാക്കി തീർക്കണമേ. എൻ്റെ പാതയ്ക്ക് ഒരു പ്രകാശമാക്കണമേ കർത്താവേ, നമ്മൾ അപേക്ഷിക്കാം. നമ്മുടെ യാചന അതായിരിക്കാം. ദൈവത്തിൻ്റെ വചനം എടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കാം. ആമീൻ, ആമീൻ.